ഒരു മനുഷ്യൻ ഒരു കുറ്റകൃത്യം നടത്തിയ ശേഷം വർഷങ്ങളോളം നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ഒരു രാജ്യം മുഴുവൻ തിരഞ്ഞിട്ടും കണ്ടെത്താനാകാതെ പതിറ്റാണ്ടുകളോളം അപ്രത്യക്ഷനായി ജീവിക്കാൻ കഴിയുമോ? കേരളത്തിൻ്റെ ക്രിമിനൽ ചരിത്രത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു പേരാണ് സുകുമാരക്കുറുപ്പ്. അടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലും ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തി, ഒളിവ് അവസാനിച്ചു, വിദേശത്ത് പിടിയിലായി എന്നിങ്ങനെയുള്ള വാർത്തകൾ വീണ്ടും പ്രചരിക്കുകയാണ്. എന്നാൽ ഇതുവരെ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ ഈ വീഡിയോയിൽ അഭ്യൂഹങ്ങളല്ല, ലഭ്യമായ ചരിത്ര വിവരങ്ങളും അന്വേഷണ രേഖകളും അടിസ്ഥാനമാക്കിയുള്ള സംഭവ വികാസങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒളിവ് ജീവിതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ കേസ് ഒരു കൊലപാതകത്തിൻ്റെ കഥ മാത്രമല്ല. സൂക്ഷ്മമായ ആസൂത്രണം, സാമ്പത്തിക തട്ടിപ്പ്, തെറ്റിദ്ധരിപ്പിക്കുന്ന തെളിവുകൾ, വർഷങ്ങളോളം നീണ്ട അന്വേഷണം, ഇന്നും അവസാനിക്കാത്ത ചോദ്യങ്ങൾ എന്നിവയുടെ കഥ കൂടിയാണ്. സുകുമാരക്കുറുപ്പ് കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ബുദ്ധിശക്തിയും സാഹചര്യങ്ങൾ വിലയിരുത്താനുള്ള കഴിവുമുണ്ടായിരുന്നെന്നാണ് പലരും പിന്നീട് പറഞ്ഞത്. പഠനശേഷം അദ്ദേഹം ജോലി തേടി പുറത്തേക്ക് പോയി. പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ അദ്ദേഹം അവിടെ ജോലി ചെയ്തതായും നല്ല വരുമാനം ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വരുമാനത്തേക്കാൾ കൂടുതലായി ചെലവഴിക്കാനുള്ള ജീവിത ശൈലി ക്രമേണ അദ്ദേഹത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുവെന്നാണ് അന്വേഷണത്തിൽ പിന്നീട് വിലയിരുത്തിയത്. ആഡംബര ജീവിതം നിലനിർത്താൻ, കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനും എളുപ്പവഴി തേടിയാണ് ഒരു ഭീകരമായ പദ്ധതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ആ പദ്ധതി എന്തായിരുന്നു? സ്വന്തം മരണമാണ് ലോകത്തെ വിശ്വസിപ്പിക്കേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ പേരിലുള്ള വലിയ ലൈഫ് ഇൻഷുറൻസ് തുക കുടുംബത്തിന് ലഭിക്കും. അതിനായി തൻ്റെ സ്ഥാനത്ത് മറ്റൊരാളുടെ മൃതദേഹം എത്തിക്കേണ്ടതുണ്ട്. ഈ ആശയം എത്ര ക്രൂരമാണെന്ന് ആലോചിച്ചാൽ തന്നെ നടുക്കമുണ്ടാകും. ഒരു നിരപരാധിയുടെ ജീവൻ ഇല്ലാതാക്കി സ്വന്തം മരണമായി അവതരിപ്പിക്കുക എന്നത് സാധാരണ കുറ്റവാളിയുടെ ചിന്തയല്ല, വളരെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഇതിനു വേണ്ടിയായിരുന്നു സുകുമാരക്കുറുപ്പ് തൻ്റെ ശരീരഘടനയോട് സാമ്യമുള്ള ഒരാളെ കണ്ടെത്താൻ ശ്രമിച്ചതെന്നാണ് കേസ് രേഖകൾ പറയുന്നത്. നിരവധി ദിവസങ്ങളായി അദ്ദേഹം ഇത്തരം ആളുകളെ നിരീക്ഷിക്കുകയായിരുന്നെന്നും അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തി. അവസാനം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ചാക്കോ എന്ന യുവാവിലേക്കായിരുന്നു. സാമ്പത്തികമായി സാധാരണ സാഹചര്യത്തിലായിരുന്ന ചാക്കോ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു. ജോലിക്കായി സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തെ സമീപിക്കുന്നത് എളുപ്പമാണെന്ന് പ്രതികൾ കണക്കുകൂട്ടിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. തുടർന്ന് ഒരു ദിവസം ജോലി സംബന്ധമായ കാര്യമാണെന്ന വ്യാജേന ചാക്കോയെ വിളിച്ചു വരുത്തി. യാത്രക്കിടെ അദ്ദേഹത്തെ കാറിൽ കയറ്റുകയും പിന്നീട് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം സുകുമാരക്കുറുപ്പിൻ്റെ മൃതദേഹമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു. വാഹനത്തിൽ തീവച്ച് അപകടമെന്ന പ്രതിനിധി സൃഷ്ടിക്കുകയും കത്തിക്കരിഞ്ഞ മൃതദേഹം സുകുമാരക്കുറുപ്പിൻ്റെതാണെന്ന് വിശ്വസിപ്പിക്കാനുമുള്ള ശ്രമം. ആദ്യ നോട്ടത്തിൽ അത് വിജയിച്ചതുപോലെ തോന്നി. പലരും സുകുമാരക്കുറുപ്പ് മരിച്ചുവെന്നാണ് കരുതിയത്. എന്നാൽ ഒരു ചെറിയ സംശയം അന്വേഷണത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിച്ചു. ആ സംശയമാണ് പിന്നീട് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒളിവ് കേസുകളിലേക്ക് പോലീസിനെ എത്തിച്ചത്. ആ സംശയം എന്തായിരുന്നു? എങ്ങനെയാണ് പോലീസ് ഇത് സാധാരണ അപകടമല്ലെന്ന് മനസ്സിലാക്കിയത്? ചാക്കോയുടെ യഥാർത്ഥ തിരിച്ചറിയൽ എങ്ങനെ പുറത്തുവന്നു? അതോടൊപ്പം സുകുമാരക്കുറുപ്പ് രാജ്യം മുഴുവൻ തിരയപ്പെട്ട പ്രതിയായി എങ്ങനെ മാറി? കത്തിക്കരിഞ്ഞ കാർ കണ്ടെത്തിയപ്പോൾ ആദ്യം അത് ഒരു സാധാരണ അപകടമോ തീപിടുത്തമോ ആണെന്ന് പലരും കരുതിയത്. എന്നാൽ അന്വേഷണം പുരോഗമിച്ചതോടെ പോലീസിന്റെ ശ്രദ്ധയിൽ ചില അസാധാരണ കാര്യങ്ങൾ കാണാൻ തുടങ്ങി. മരിച്ചയാളുടെ തിരിച്ചറിയലിനെ കുറിച്ചുള്ള സംശയങ്ങളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച തെളിവുകളും സാക്ഷിമൊഴികളും ഒന്നൊന്നായി പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം വ്യക്തമായി: മരിച്ചത് സുകുമാരക്കുറുപ്പല്ല, മറ്റാരോ ആണെന്ന് സംശയം വ്യക്തമായി. തുടർന്ന് ശാസ്ത്രീയ പരിശോധനകളും ലഭ്യമായ രേഖകളും സാക്ഷിമൊഴികളും കൂട്ടിച്ചേർത്തപ്പോൾ മരിച്ചത് ചാക്കോ ആണെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണം എത്തിയത്. ഇതോടെ കേസിൻ്റെ ദിശ പൂർണ്ണമായും മാറി. ഒരു ഇൻഷുറൻസ് തട്ടിപ്പിനായി സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിക്കാൻ ശ്രമിച്ച കൊലപാതകമാണിതെന്ന് അന്വേഷണ സംഘം സംശയിച്ചു. സുകുമാരക്കുറുപ്പിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, ഇൻഷുറൻസ് പോളിസി, സുഹൃത്തുക്കളുമായുള്ള ബന്ധം, സംഭവത്തിനു മുമ്പുള്ള യാത്രകൾ എന്നിവ വിശദമായി പരിശോധിച്ചു. അന്വേഷണത്തിൽ മറ്റൊരു നിർണായക വിവരവും പുറത്തുവന്നു. ഇത്ര വലിയ കുറ്റകൃത്യം ഒരാൾക്ക് മാത്രം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക പ്രയാസമാണെന്ന് പോലീസിൻ്റെ വിലയിരുത്തൽ. അതിനാൽ സുകുമാരക്കുറുപ്പിനെ സഹായിച്ചുവെന്ന് സംശയിക്കുന്നവരെ നിരീക്ഷണത്തിലാക്കി.
പിന്നീട് കേസിൽ മറ്റു ചിലരെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യലുകളിൽ നിന്നാണ് കേസിന്റെ പല നിർണായക കണികളും പോലീസിന് ലഭിച്ചത്. എന്നാൽ അന്വേഷണം ശക്തമാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടുവെന്നാണ് കരുതുന്നത്. പിന്നീട് കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തെ കണ്ടെന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഓരോ വിവരവും പരിശോധിച്ചെങ്കിലും ഒന്നും അന്തിമമായി ശരിവെക്കാനായില്ല. വർഷങ്ങൾ കടന്നുപോയിട്ടും അന്വേഷണം അവസാനിച്ചില്ല. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ കേരള പോലീസ് പല സംസ്ഥാനങ്ങളിലായി അന്വേഷണം നടത്തി. കേന്ദ്ര ഏജൻസികളുടെ സഹായവും തേടി. വിദേശത്തേക്ക് കടന്നിരിക്കാമെന്ന സംശയത്തെ തുടർന്ന് വിവിധ രാജ്യങ്ങളിലേക്കും വിവരങ്ങൾ കൈമാറി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ സാന്നിധ്യം തെളിയുന്ന തെളിവുകൾ ലഭിച്ചില്ല. ഈ കേസ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒളിവ് കേസായി മാറാൻ കാരണം ഓരോ കുറച്ച് വർഷങ്ങൾ കൂടുമ്പോഴും സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതാണ്. ചിലർ അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലാണെന്ന് പറഞ്ഞു, ചിലർ നേപ്പാളിൽ സന്യാസിയായി ജീവിക്കുന്നുവെന്ന് പറഞ്ഞു, മറ്റു ചിലർ മറ്റൊരു പേരിൽ ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നുവെന്നും വാദം ഉയർത്തി. എന്നാൽ ഈ അവകാശങ്ങളിലൊന്നും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചില്ല. അതേസമയം കേസിലെ മറ്റ് പ്രതികൾക്കെതിരായ നിയമ നടപടികൾ മുന്നോട്ട് പോയി. കോടതി വിചാരണ നടത്തി, തെളിവുകൾ വിലയിരുത്തി, നിയമപ്രകാരം നടപടികൾ സ്വീകരിച്ചു. എന്നാൽ മുഖ്യപ്രതിയായ സുകുമാരക്കുറുപ്പ് കോടതിക്ക് മുന്നിൽ ഹാജരാവാത്തതിനാൽ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല. ഒരു മനുഷ്യന് ഇത്രയും വർഷം ഒളിവിൽ കഴിയാൻ എങ്ങനെ സാധിച്ചു? ആരെങ്കിലും സഹായിച്ചിരുന്നോ? വ്യാജ തിരിച്ചറിയലുമായി ജീവിച്ചോ? അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നുവരെ ഉറച്ച തെളിവുകളോടെ മറുപടി ലഭിച്ചിട്ടില്ല. ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയുടെ കാലം ആരംഭിച്ചത്. അതോടെ പഴയ കേസുകൾ വീണ്ടും വൈറലാകാൻ തുടങ്ങി. സുകുമാരക്കുറുപ്പിൻ്റെ പേര് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ഇപ്പോൾ പിടിയിലായി, വിദേശത്ത് കണ്ടെത്തി, രഹസ്യരേഖകൾ പുറത്ത് എന്നിങ്ങനെ നിരവധി വാർത്തകളും വീഡിയോകളും പ്രചരിച്ചു. എന്നാൽ ഇതിൽ പലതും പിന്നീട് അഭ്യൂഹങ്ങളോ സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങളോ ആണെന്ന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ഈ കേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട അന്വേഷണ വിവരങ്ങളും കോടതി രേഖകളും ഔദ്യോഗിക പ്രസ്താവനകളും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും എന്തുകൊണ്ടാണ് സുകുമാരക്കുറുപ്പിൻ്റെ പേര് ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത്? ഏറ്റവും പുതിയ അവകാശങ്ങൾ എന്തൊക്കെയാണ്? പോലീസിൻ്റെ ഔദ്യോഗിക നിലപാട് എന്താണ്? ഈ കേസ് ഇനി നിയമപരമായി എവിടെയാണ് എത്തി നിൽക്കുന്നത്? പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സുകുമാരക്കുറുപ്പിൻ്റെ പേര് പൊതുചർച്ചകളിൽ നിന്ന് ഒരിക്കലും അപ്രത്യക്ഷമായിട്ടില്ല. അതിന് പ്രധാന കാരണം ഇടയ്ക്കിടെ ഉയർന്നുവരുന്ന പുതിയ അവകാശവാദങ്ങളാണ്. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തി, വിദേശത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു, വ്യാജ പേരിൽ ഇന്ത്യയിൽ ജീവിക്കുന്നു, അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഓരോ കുറച്ച് വർഷങ്ങൾ കൂടുന്തോറും പുതിയ കഥകൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ അവകാശങ്ങളിൽ മിക്കതും അന്വേഷണ ഏജൻസികൾക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവിധ സമയങ്ങളിൽ ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസും മറ്റ് ഏജൻസികളും പല സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയിട്ടുണ്ട്. ചിലരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ചില വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സുകുമാരക്കുറുപ്പിനെ ജീവനോടെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്തും സോഷ്യൽ മീഡിയയിലും ചില യൂട്യൂബ് ചാനലുകളിലും സുകുമാരക്കുറുപ്പിനെ പിടിച്ചു, ഒളിവ് അവസാനിച്ചു, രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വീണ്ടും വൈറലായി. എന്നാൽ ഇത്തരം വാർത്തകളിൽ പലതിനും വിശ്വസനീയമായ ഔദ്യോഗിക രേഖകളോ പോലീസിൻ്റെ സ്ഥിരീകരണമോ ഒന്നുമുണ്ടായില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ അവയുടെ ഉറവിടം പരിശോധിക്കുകയും ഔദ്യോഗിക വിവരങ്ങൾക്കാണ് മുൻഗണന നൽകുകയും ചെയ്യേണ്ടത്. ഈ കേസ് മറ്റൊരു കാരണത്താലും ശ്രദ്ധേയമാണ്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തിരയപ്പെട്ട പ്രതികളിൽ ഒരാളാണ് സുകുമാരക്കുറുപ്പ്. കാലം മാറി, അന്വേഷണ സാങ്കേതിക വിദ്യകൾ വളർന്നു. വിരലടയാള പരിശോധന മുതൽ DNA പരിശോധന വരെ ശാസ്ത്രീയ രീതികൾ വികസിപ്പിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റത്തിൻ്റെ സംവിധാനങ്ങളും കൂടുതൽ ശക്തമായി. എന്നിട്ടും ഈ കേസിൻ്റെ പ്രധാന പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ഇന്നും അന്വേഷണ ലോകത്ത് ചർച്ചയാകുന്ന വിഷയമാണ്.